ഹാദൽ ബൈത്തുടെ നയന ഹഖ്ഖുടെ ബാത്തിൽ രണ്ടിൻ ഇടയെ പേരിത്തരുളേടിനി ഇന്ത ദിനം തനിലെ നമതിരുഭാഗം നിക്കുവരിൽ ഓരോ കൂട്ടം ഹക്കുടയോർ അവർ ആരുനക്കറിയാം അവർകളെ ഇടയിൽ പേരിത്ത് ഖലാസിയ താക്കിടിനി പരനേ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കിനി ദായിമിൽ കാത്തുകൊൾ പത്താഹെ താമസം ചെയ്തിടാടുത്തിരം ചെയ്തൊടിനി ഇരവിനു ഹാക്കിമേശിത്തിറാം ആക്കേലാക്കിനിന്നസുറാം പാത്ത് ഹാക്കുനൈ കതിറാൽ അവർ ദുആ പട്ടാങ്ങിൽ റാഹിം അവൻ കബൂലാക്കിടെ സത്യമാ ഏറ്റവും പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ജുമുഅ നിസ്കാരത്തിൽ സന്നിഹിതരായ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിലെ മഗ്ഫിറത്തിന്റെ പത്തിൽ വിശിഷ്യ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഇസ്സത്ത് കാക്കാൻ, ക്രെഡിറ്റ് കാക്കാൻ, ഇമേജ് കാക്കാൻ പരിശുദ്ധമായ മദീനയിലെ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വഹാബാക്കിറാമും മുത്തുനബിയും ഇസ്ലാമിന് വേണ്ടി ഒരു ധർമ്മസമരം നടത്തിയ ചരിത്ര സംഭവത്തെ കേവലം ഒരു അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. മഹാനായ മർഹൂം മോയിൻകുട്ടി വൈദ്യരുടെ പടപ്പാട്ട് നിങ്ങൾ കേട്ടവരാണ്. ബദർ യുദ്ധ ചരിത്രം നിങ്ങൾ നന്നായി കേട്ടവരാണ്. അതിന്റെ ഒരു ഇശലോ രണ്ട് ഇശലോ പാടി പറയണമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം 2-3 മണിക്കൂറുമാണ്. കാരണം ഞാൻ അതുകൊണ്ട് ഏട് കൊടുത്തിട്ടില്ല. പേപ്പറിൽ 2 വരി മാത്രമേ എഴുതി കൊടുത്തിട്ടുള്ളൂ. ബദറിന്റെ ഏട് എന്റെ കയ്യിലെടുത്തിട്ടില്ല. പാടി പറയാൻ കഴിയില്ല. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ ഇന്നും മറയാതെ മായാതെ ഒരു പുത്തൻ ഓർമ്മയുമായി ഓരോ സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൽ അവശേഷിക്കുന്ന ഹിജറ 2-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു വലിയ മഹാസംഭവമാണ്, ചരിത്ര സംഭവമാണ് ബദർ. നന്നായി കേട്ടവരാണ്. എന്താണ് ബദർ യുദ്ധം ഉണ്ടാവാനുള്ള സാഹചര്യം? നമുക്ക് ചരിത്രത്തിന്റെ ചെറിയ ആമുഖത്തിലേക്ക് കടക്കുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുത്തുനബിയോടൊപ്പം അണിചേർന്ന സത്യമതത്തിൽ വിശ്വാസം ഉൾക്കൊണ്ട സ്വഹാബാ കിറാം വളരെ സന്തോഷത്തോടെ പരിശുദ്ധമായ മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ മക്കക്കാരായ ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ കഠിന ശത്രുക്കളായ അബൂജഹലും ഉത്ബത്തും ശൈബത്തും വലീദും തുടങ്ങിയ ശത്രുകിങ്കരന്മാർ മുത്തുനബിയോട് ചേർന്ന് നിൽക്കുന്ന മുഅ്മിനീങ്ങളായ അഥവാ സ്വഹാബാക്കളെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയകളിൽ നാം കാണുന്നു, അറിയുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, ചിന്തിക്കുന്നു, അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഒരൊറ്റ രാജ്യത്തെ നിങ്ങൾക്കറിയാലോ, അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഇസ്രായേലും കൂടി ആക്രമിച്ച് ഉന്മൂലനം ചെയ്ത സംഭവം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി നേരത്തെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇറാൻ എന്ന രാജ്യത്തെ വൈദേശിക മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ ഒരുമിച്ച് അവരെല്ലാം ഒന്നിച്ച് ആക്രമിക്കും. അതിൽ നിരപരാധികളായ ധാരാളം മക്കൾ ഈ മണ്ണിൽ അലിഞ്ഞു ചേരുമെന്ന് നേരത്തെ മുത്തുനബി പറഞ്ഞ ഹദീസാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, സ്വന്തം ജന്മനാട്ടിൽ ജീവിക്കുവാൻ സ്വാതന്ത്ര്യം കൊടുത്തില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാ കിറാമും എന്ത് ചെയ്യണമെന്നറിയാതെ പരിശുദ്ധ മക്കയിൽ എല്ലാം ജഗന്നിയന്താവായ അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥനയുടെ മനസ്സോടുകൂടി അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പനയുമായി നസലുൽ അമീൻ
മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് പറയുന്നു, നബിയേ അങ്ങ് പോവണം, മദീനയിലേക്ക് പലായനം ചെയ്യണം. പരിശുദ്ധമായ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യണം. സ്വന്തം കുടുംബത്തെ ഇട്ടേച്ച് പോവണം, ഭാര്യ മക്കളെ ഇട്ടേച്ച് പോവണം. മാത്രമല്ല നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം ഇവിടെ ഇട്ട് നിങ്ങൾ പോവണം. അത് അനിവാര്യമാണ്. ഈ ഹിജ്റ അനിവാര്യമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനയാൽ മുത്തുനബിയും സഹാബാക്കളും പരിശുദ്ധമായ മദീനയിലേക്ക് പോവാം. മദീനയിൽ ചെന്ന് നിങ്ങൾക്കറിയും, ആ പോകുന്ന പോക്കിൽ യാത്രയിൽ റോമിൽ നിന്നും അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ച ശുഐബ് റൂം എന്ന് പറയുന്ന മഹാവ്യക്തി ഉണ്ടായിരുന്നു. വലിയ ധനാഢ്യനായിരുന്നു. ഇന്നത്തെ മുതലാളിമാരെക്കാളും വലിയ മുതലാളിയായിരുന്നു. ആ ശുഐബ് റൂമി വരെ ഈ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല നമുക്കറിയാം, സഅദ് ബിൻ അബി വഖാസ് വലിയ ധനാഢ്യനായിരുന്നു, പണക്കാരനായിരുന്നു. അദ്ദേഹം മുത്തുനബിയുടെ വിളിയാളം കേട്ട് മദീനയിലേക്ക് ഹിജ്റ പോവാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് സ്വഹാബാക്കിറാം തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട്, മക്കളോട്, കുരുന്നു മക്കളോടൊക്കെ പറയുന്നു, ഞങ്ങൾ ഹിജ്റ പോവുകയാണ്, മദീനയിലേക്ക് പോവുകയാണ്, തിരിച്ചു വരാൻ പറ്റുമോ എന്ന് പറയാൻ കഴിയില്ല, ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കുടിലുകളിൽ, ഈ വീടുകളിൽ നിങ്ങൾ കഴിയുക. ബാക്കിയെല്ലാം തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എല്ലാം അല്ലാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുത്തുനബിയോട് കൂടെ പരിശുദ്ധ മദീനയിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ശുഐബ് റൂമിയെ തടഞ്ഞു വെച്ചുകൊണ്ട് മക്കയിലെ അബൂജഹലും ഉത്ബത്തും ശൈബത്തും പറഞ്ഞു, ശുഐബ് നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ മദീനയിലേക്കാ പോകുന്നത്. പറ്റില്ല, മക്കയിൽ നിന്നും സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ, മുതലുകളൊക്കെ ഇവിടെ ഇട്ടേച്ചു പോകണം. എനിക്കൊന്നും വേണ്ട, എന്റെ ലക്ഷ്യം മദീന മാത്രമാണ്. എന്റെ മനസ്സിലെ വിളിയാളം മുത്തുനബി മാത്രമാണ്. എനിക്ക് മദീനയാണ് ലക്ഷ്യം. ഞാൻ മദീനയിലേക്ക് പോകുന്നു. എന്റെ സമ്പാദ്യം ഒന്നും എനിക്ക് വേണ്ട. പോകുന്ന സമയത്ത് ബാപ്പ വിളിച്ചു പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉപ്പ, നീ ധരിക്കുന്ന വസ്ത്രം നീ അഴിച്ചിടണം, എന്റെ സമ്പാദ്യമാണ്, എന്റെ മുതലാണ്. എല്ലാം അഴിച്ചിട്ടു. കേവലം ഒരു കറുത്ത കരിമ്പടം പുതച്ചുകൊണ്ട് മുത്തുനബിയോടുകൂടെ, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, ഇന്നത്തെ അംബാനിമാരെക്കാളും വലിയ ധനാഢ്യനായ ശുഐബ് റൂമി, നിങ്ങൾക്കറിയുമോ, മുത്തുനബിയോടുകൂടെ വളരെ നേരിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ യാത്രയിൽ പങ്കാളികളാവുന്നു. ഞാൻ ചുരുക്കി പറയുകയാണ്. ഈ ചരിത്രത്തിന്റെ ആമുഖം പറയാൻ തന്നെ മണിക്കൂറുകൾ എടുക്കേണ്ടി വരും. അങ്ങനെ മദീനയിലേക്ക് ഹിജ്റ പോയി, എല്ലാം ഇട്ടേച്ചുകൊണ്ട്, കുടുംബത്തെ ഇട്ടേച്ചുകൊണ്ട് പരിശുദ്ധമായ മദീനയിൽ ചെന്ന്, നിങ്ങൾക്കറിയുമോ, ഒരു വർഷം വളരെ സന്തോഷത്തോടെ മദീനക്കാർ, നിങ്ങൾക്കറിയാമല്ലോ, അൻസാരികൾ എന്ന പേരിൽ മുത്തുനബിയെയും മുഹാജിറുകളെയും സ്വീകരിച്ച അൻസ്വാർ എന്ന അറബി പദത്തിന്റെ അർത്ഥം തന്നെ സഹായികൾ. അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആ മദീന നിവാസികൾ വളരെ അധികം സന്തോഷത്തോടെ മുത്തുനബിയെയും ഹിജ്റ വന്ന സ്വഹാബാക്കളെയും അവർ സ്വാഗതം ചെയ്തു. അവർക്ക് പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. ഒരു വർഷം കഴിഞ്ഞു. കവി പറയുന്നു, ഹഖാനെ കോന മറൽ മക്കാവേ ബിട്ടു നബി പക്കാ മദീന തണവായി ഹാറേതുമെത്തിടുക ഈരാറും ഒത്ത ഷഹർ ബാറാൽ പോറുത്തെ പിറകെ. ശ്രദ്ധിക്കണേ, ഈരാറും എത്ര? ഈരാറ് എത്ര? 2 × 6 12. 12 മാസങ്ങൾ കഴിഞ്ഞതാ, ഒരു കൊല്ലം പിന്നിട്ട് മദീനയിൽ വളരെ സന്തോഷത്തോടെ മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തക്കോവർ ഹാമിദരും മിക്കോർ സ്വഹാബികളും ഒക്കായിരിക്കും പൊളുതിൽ ജാസൂസോരുത്തർ ബരൈ യാസീനെ ബിക്കൊരു വിശേഷം വിരുത്തി പൊരുളായി. മദീനയിൽ തന്റെ നക്ഷത്രതുല്യരായ സ്വഹാബാ കിറാമിനെയും കൂട്ടി ഒരു മജ്ലിസിൽ, ഒരു ഹൽഖയിൽ ഇരിക്കുന്ന സമയത്ത് അതാ വരുന്നു വീണ്ടും നസുൽ അമീൻ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, എന്താ പറയുന്നറിയോ? മുത്തുനബിയെ, ഇവിടെ സുഖസുന്ദരമായി നിങ്ങൾ ജീവിക്കുകയാണല്ലേ, ഈ സുഖവും ഈ സൗകര്യം ഇവിടെ അല്പസമയം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പറഞ്ഞു തീർന്നില്ല, ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും വാനലോകത്തേക്ക് പോയി. പിന്നീട് വരുന്നത് ആരെന്നറിയുമോ?
ഒരു ദൂതനാണ് വരുന്നത്. എന്താണ് ഒരു ദൂതൻ വന്നിട്ട് മുത്തുനബിയോട് പറയുന്നത്? ശേഷം വിരുത്തി പൊരുളായി വക്കാതെ സാവർബായി റുക്കാകെ ഏറിയ ചരക്കാടൈ പൊന്നും ചുമയായി. ഒരു ദൂതൻ വന്നിട്ട് പറയുന്നു, നബിയെ, നിങ്ങളുടെ സമ്പാദ്യങ്ങൾ മുഴുവനും മക്കയിൽ അബൂജഹലും ഉത്ബത്തും ശൈബത്തും വലീദും ഒക്കെ എടുത്തിട്ട് വലിയ സിറിയയിൽ കൊണ്ടുപോയി, ഷാമിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് വലിയ ലാഭം കിട്ടി അവർ തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കയ്യിലുള്ളത് 1000 ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന ചരക്കുകളുണ്ട്, സ്വർണമുണ്ട്, വൈഡൂര്യമുണ്ട്, പച്ചമരതകമുണ്ട്, കോമേതകമുണ്ട്, നവരത്ന കല്ലുകളുണ്ട്, ഏറ്റവും വിലപിടിപ്പുള്ള അവരുടെ കയ്യിൽ എല്ലാ സമ്പാദ്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ട അഥവാ മക്കയിലെ മുസ്ലിമീങ്ങളായ നിങ്ങളുടെ സമ്പാദ്യമാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ആ ഷാമിൽ പോയി കച്ചവടം ചെയ്ത് അവർ തിരിച്ചു വരുന്നുണ്ട്. ബദർ വഴിയിലൂടെയാണ് അവർ പോകുന്നത്. അതുകൊണ്ട് ഈ ദൂതൻ വന്ന് പറയുന്നു, നിങ്ങൾ വളരെ പെട്ടെന്ന് പോയിട്ട് അവരെ ബ്ലോക്ക് ചെയ്യുക, ഒരു യുദ്ധത്തിനല്ല, പ്രതിരോധിക്കുക. പ്രതിരോധിച്ചിട്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പാദ്യം നിങ്ങൾ ചോദിച്ചു വാങ്ങുക. നിങ്ങൾക്കറിയുമോ ആ കൂട്ടത്തിൽ, ആ കച്ചവട സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? മഹാനായ മർഹൂം മൊയ്ൻകുട്ടി വൈദ്യർ പറയുന്നു, സൗദാക്കർക്കൽ ലാമും ഒരു മീം, ഒരു അഭിജത് കണക്കാണ്. മീം എന്ന് പറഞ്ഞാൽ 40, ലാം എന്ന് പറഞ്ഞാൽ 30, അങ്ങനെ 40, 30, 70 പേരാണ് ആ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന് മഹാനായ മർഹൂം മൊയ്ൻകുട്ടി വൈദ്യർ തന്റെ ചരിത്രപടയിൽ പറയുകയാണ്. അരിമാൻ നബി സ്വഹബും വരുന്നുണ്ടെന്തറിവറുകൾ ഹരികണ്ഠ പേട്ടപ്പെട്ടി പോൽ ആയി പാശന്തടവെ പോയി കാടന്ത് ബദർ മയക്കുലങ്ങൾ ക്ഷണമാൽ. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബ കിറാമും അതാ പോകുന്ന അബൂ സുഫിയാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നു. എന്തിനാണ്? നേരത്തെ പ്ലാൻ ചെയ്ത ഒരു യുദ്ധത്തിനല്ല. അവരെ കയ്യിലോ വാളുകളോ പടച്ചട്ടകളോ പടക്കോപ്പുകളോ പടക്കുതിരകളോ ഇല്ല. വളരെ സാധാരണ കയ്യിൽ പിടിക്കുന്ന ആയുധങ്ങൾ മാത്രം. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അബൂ സുഫിയാനെ പ്രതിരോധിച്ചുകൊണ്ട് മക്കയിൽ ഞങ്ങളുടെ സമ്പാദ്യം പിടിച്ചു വാങ്ങി സിറിയയിൽ ഷാമിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് 500 പൊന്ന് ലാഭം കിട്ടി. ഒരുപാട് ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന സമ്പാദ്യങ്ങളെല്ലാം അവർ ഞങ്ങളുടെ സമ്പത്ത് കൊണ്ടുണ്ടാക്കിയതാണല്ലോ. അതുകൊണ്ട് അവകാശപ്പെട്ട സമ്പാദ്യം തിരിച്ചു വാങ്ങാൻ, ചോദിച്ചു വാങ്ങാൻ അവർ ചെന്നതാണ്. അപ്പോഴേക്ക് അബൂ സുഫിയാൻ എന്ത് ചെയ്തു? മക്കയിലേക്ക് ഒരാളെ വിടുകയാണ്. മുഹമ്മദ് നബിയും കൂട്ടരും ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അബൂജഹലിന്റെ അടുത്തിലേക്ക് വേറൊരാളെ സന്ദേശകനായി വിട്ടു. ഈ സമയത്ത് അബൂ സുഫിയാൻ എന്ത് ചെയ്തു? തന്ത്രപൂർവം മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടുകയാണ്. ഏതുപോലെ കവി പറയുന്നു, നരിയെ കണ്ട വേട്ടമൃഗത്തെ പോലെ രക്ഷപ്പെട്ടു. നരിയെ കണ്ടാൽ ചെറിയ ജീവികളൊക്കെ എന്ത് ചെയ്യും? വളരെ സാഹസികമായി മരണത്തിൽ നിന്ന് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടതുപോലെ അബൂ സുഫിയാൻ വളരെ സാഹസികമായി മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടു. പിന്നെ അബൂജഹലിന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞ ആൾ എത്രത്തോളം വലുതാക്കി പറഞ്ഞെന്നറിയോ? ഓ നേതാവേ, നിങ്ങള് ശക്തനാണ്, മല്ലനാണ്, ഞങ്ങളുടെ ഏറ്റവും പവറുള്ള ഹൈപ്പവറുള്ള നേതാവാണ്. പക്ഷെ നിങ്ങൾക്കറിയുമോ, നമ്മുടെ അബൂ സുഫിയാനും കച്ചവടക്കാരെയും ആക്രമിക്കാനും അവിടെ സമ്പാദ്യം പിടിച്ചു പറിക്കാനും മുഹമ്മദ് നബിയും അനുയായികളും മദീനയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാണ്. അവർ കുറെ ആളുകളുണ്ട് എന്നാണ് ഈ ദൂതൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ മഹാനായ മുത്തുനബിയും സ്വഹാബ കിറാമും അവരെ ലക്ഷ്യം വെച്ച് നീങ്ങിയതും ആ മടക്ക അവർ പോയി അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ പോകുന്നതും ഈ സമയത്ത് അബൂജഹൽ എന്ത് ചെയ്തു? തന്റെ അനുയായികളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് നബിയെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം, ഇല്ലാതെയാക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു യുദ്ധത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. സർവ്വസന്നാഹങ്ങളുമായിട്ട് അബൂജഹൽ, ഉത്ബത്ത്, വലീദ്, ശൈബത്ത് തുടങ്ങിയ നേതാക്കളെ അണിനിരത്തിക്കൊണ്ട്
ആ പട്ടാളങ്ങളെ സൈന്യത്തെ അണിനിരത്തിക്കൊണ്ട് കയ്യിൽ വലിയ മൂർച്ചയുള്ള വാളുകളും പടച്ചട്ടകളും പടക്കോപ്പുകളും പടക്കുതിരകളും എന്തിനേറെ മാസങ്ങളോളം തിന്നാനുള്ള ഭക്ഷണങ്ങളും അവർക്ക് മാറ്റിയെടുക്കാനുള്ള വസ്ത്രങ്ങളും എല്ലാ സംഭവങ്ങളും തയ്യാറാക്കി അബൂജഹല്, കരുത്തനായ അബൂജഹൽ, ഇസ്ലാമിന്റെ ബദ്ധവൈരി, കഠിന ശത്രു, അഹങ്കാരത്തോടെ ഒട്ടകത്തെ അറുത്ത് പച്ചയായി വേവിക്കാതെ മൂക്കറ്റം തിന്ന് മതോന്മത്തരായി കള്ളു കുടിച്ച് ആനന്ദ നൃത്തം വെക്കുന്ന പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് അവരോട് ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്നാൽ മറുഭാഗമാവട്ടെ പാവപ്പെട്ട മുസ്ലിം സമുദായം, സ്വഹാബാ കിറാം, നിങ്ങൾക്കറിയുമോ, പട്ടിണി കിടന്ന് പരിശുദ്ധമായ റമളാനിലാണ്, ഇതുപോലുള്ള റമളാനിലാണല്ലോ നമ്മൾ ബദർ അനുസ്മരണം നടത്തുന്നത്. ഈ സമയത്ത് ഒരു സ്വഹാബിക്ക് സുഭിക്ഷമായ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വളരെ പ്രയാസപ്പെടുന്ന കാലമാണ്. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ, വയറ് നിറയെ ഫുഡ് കഴിക്കാൻ വകയില്ലാത്ത ആ കാലഘട്ടത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുമ്പോ മറുഭാഗത്ത് ശത്രുക്കൾ ഒട്ടകത്തിനെ അറുത്ത് പച്ചയായ മാംസം തിന്നും കള്ള് കുടിച്ച് മതോന്മത്തരായി അബൂജഹല് തന്റെ കയ്യിൽ വിരലുകളിലെല്ലാം മോതിരങ്ങൾ, സ്വർണത്തിന്റെ മോതിരങ്ങൾ ധരിച്ച് കഴുത്തിലും കയ്യിൽ തണ്ടയിലും ഒക്കെ സ്വർണത്തിന്റെ ആഭരണങ്ങൾ ധരിച്ച് അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചൊരു മനുഷ്യൻ വലിയ ധൈര്യശാലിയാണ്. അബൂജഹലിന്റെ ധീരത നമുക്കറിയാം. ഒരൊട്ടകത്തിന്റെ പച്ചയായ തോല് കൊണ്ടുവന്ന് അതിന്റെ സെന്ററിൽ നടുവിൽ അബൂജഹല് നിന്നു. എന്നിട്ട് അബൂജഹല് പറഞ്ഞു, മക്കക്കാരെ, നിങ്ങൾക്ക് എന്നെ മറിച്ചിടാൻ കഴിയുമെങ്കിൽ, ഈ തോലിൽ നിന്ന് എന്നെ മറിച്ചിടാൻ കഴിയും, ഞാൻ നിങ്ങളെ അടിമയായി ജീവിക്കാം. ആ നാട്ടിലെ ഏറ്റവും നല്ല മസിൽ പവറുള്ള, നല്ല എനർജിയുള്ള ചെറുപ്പക്കാർ ആ ഒട്ടകത്തിന്റെ തോല് പല ഭാഗത്തും വലിക്കുമ്പോൾ അതിന്റെ ഒരു പീസ് കയ്യിൽ അവർ ബാക്കിലേക്ക് മറിഞ്ഞു വീഴുന്നു. അബൂജഹൽ കാല് വെച്ച സ്ഥലത്തെ തോലിനൊന്നും പറ്റിയില്ല. നല്ല ശക്തനാണ്, മല്ലനാണ്. പക്ഷേ ബദറിലേക്ക് വരുമ്പോ അദ്ദേഹം വരുന്ന രംഗം ഇവിടെ പറയുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്കറിയോ? തുടരെ മദ്ദളവും മുരശോടും ഒറ്റകളും ബജയോട് തുടികൾ ദഫുകളും കൈമണി ധ്വനികൾ താശികളാൽ കൊടുമ പുല്ലുകൾ പൂള ചൂളകൾ കൊമ്പ് ചങ്കുകളാൽ തകൃതികൾ കോള് താളമേ ഓടിച്ചാടിയും സ്വപ്പു നെപ്പുകളാൽ പുടവി കിടകിട നെടിയ നെടിലുകളും ചൊടിയ മുതുകിട ചമയം സമനെടും കുടവ ഇടയിട ചിറകൾ കയറിയും ഇടയിൽ നട പുനവെ വരികൾ തിക്കുവതായും ഇടയിൽ നിൽക്കുവതായും വരുവറൊക്കുവതായും അണികൾ ഇപ്പടിതായും. ചെണ്ടമേളങ്ങൾ, വാദ്യോപകരണങ്ങൾ, ചിലർ കുഴലൂതുന്നു, ശബ്ദമുണ്ടാക്കുന്നു. തികച്ചും ഇലക്ഷന്റെ പ്രചരണം പോലെ ഒരു DJ ഇട്ട് കളിക്കുന്നത് പോലെ ആനന്ദ നൃത്തം ചവിട്ടി അന്ന് കണ്ടില്ലേ നിങ്ങൾ? സ്ത്രീകളെ മുൻനിരയിൽ നിർത്തി കള്ള് കുടിച്ച് മതോന്മത്തരായി ലഹരി കെട്ടവരായിട്ട് മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ കരവർഷം കൊണ്ട് മാലോകരണ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഖുബ്ബത്തുൽ ഖദറായിൽ അന്തിയിറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബിനെയും അനുചരന്മാരെയും കൊല്ലണം, ഈ നാട്ടിന് ഇല്ലായ്മ ചെയ്യണം, ഉന്മൂലനം ചെയ്യണം. അതിനു വേണ്ടിയാണ് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇവൻ ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്കറിയോ, അവർ ബദറിലേക്ക് പുറപ്പെടുന്നു. അബൂ സുഫിയാൻ നേരെ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. ഇനി ആര് തമ്മിലാണ് ഫേസ് ടു ഫേസ്, മുഖാമുഖം കണ്ടുമുട്ടുന്നത്? ആര് തമ്മിലാ? 313ഓളം സ്വഹാബാക്കൾ. ചരിത്രത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. 305 പേരാണ്, അതല്ല 311 പേരാണ്. പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതൊക്കെ പറയാൻ സമയമല്ല. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, മഹാനായ മുത്തുനബിയും സ്വഹാബാക്കളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാ കിറാമിനോട് പറഞ്ഞു, നമ്മൾ യുദ്ധത്തിന് വേണ്ടി പോവല്ല. നമ്മൾ എന്തിനാ പോകുന്നത്? നമുക്ക് അവകാശപ്പെട്ട സമ്പാദ്യം, മക്കയിൽ നാം ഉണ്ടാക്കി വെച്ച സമ്പാദ്യമുണ്ടല്ലോ, അത് നമ്മുടെ വീടുകളിൽ കയറി കൊള്ളയടിച്ച് അപഹരിച്ച് ഷാമിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് ലാഭമായി വരുമ്പോ നമുക്ക് അർഹതപ്പെട്ടതാണ്. അത് അവരുടെ സമ്പാദ്യമല്ല, അത് വാങ്ങാം. ഇസ്ലാം അനുവദനീയമാ, അത് തെറ്റല്ല, ഹറാമല്ല. പിന്നെന്താ സംഭവിച്ചത്? അവര് രണ്ടു കൂട്ടര് എവിടെ എത്തിയെന്ന് അറിയോ? ബദർ എന്ന് പറയുന്ന സ്ഥലത്ത്. ബദർ കണ്ട ആൾക്കാർ ഇതിൽ കൂടുതലുണ്ടാവും.
കാരണം ഉംറക്ക് പോയ ആളുകൾ ബദർ കണ്ടിട്ടുണ്ടാവും. പരിശുദ്ധരായ നക്ഷത്രതുല്യരായ സ്വഹാബ കിറാമിന്റെ രക്തം ചിന്തിയ മണ്ണ. ആ മണ്ണ് നേരിട്ട് കാണുമ്പോ, നമ്മുടെ കാൽപാദം ആ മണ്ണിലെത്തുമ്പോ മുഅ്മിനായ മനുഷ്യന്റെ മനസ്സടം ഹൃത്തടം എന്ന് വല്ലാതെ വേദനിക്കും. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരിയായി ഒഴുകും. ഹൃത്തടം വേദനിക്കും, വല്ലാതെ വിതുമ്പും. പ്രാർത്ഥന നിർവചനമായി വളരെയേറെ പ്രയാസപ്പെട്ട പ്രാർത്ഥന നടത്തും. നിങ്ങൾക്കറിയില്ലേ, രണ്ട് വിഭാഗവും ബദറിലെത്തുന്നു. റമദാൻ 16 ഇന്നത്തെ രാത്രിയിലാണ് ബദറിൽ സംഗമിക്കുന്നത്. തലേന്ന് 17 യുദ്ധം നടക്കുന്നതെങ്കിലും തലേന്ന് രണ്ട് വിഭാഗം റസൂലുള്ളാഹി തങ്ങൾ അവിടെ എത്തി. എന്നിട്ട് രണ്ട് ഭാഗമായി ചേരി നിൽക്കുകയാണ്. എന്നാൽ അബൂജഹലും തുബത്തും ശൈബത്തും വീരവാദം മുഴക്കി. ഇപ്പുറത്ത് നിൽക്കുന്ന മുത്തുനബിയോട്, ഹംസത്തുൽ ഖറാറിനോട്, അലി ബിൻ അബീ ത്വാലിബിനോടൊക്കെ വെല്ലുവിളി തുടങ്ങുന്നു. മുത്തുനബി പറഞ്ഞു, നിശബ്ദരാവുക, സൈലന്റ് ആവണം, നമ്മൾ ഒന്നും പ്രതികരിക്കരുത്. നമ്മൾ പ്രതികാര ബുദ്ധിയോടെ വന്നവരല്ല, യുദ്ധത്തിന് വേണ്ടി വന്നവരല്ല. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയമില്ല. ആ സമയത്തതാ തലേന്ന് അവർ കെട്ടിയുണ്ടാക്കിയ ഹൈമകൾ, ടെന്റുകൾ, അള്ളാഹു ജഗന്യന്താവായ സൃഷ്ടിലോക രക്ഷിതാവായ അള്ളാഹു ഒരു നല്ല കാറ്റും അതിശക്തമായ മഴയും അവരുടെ ടെന്റുകളെല്ലാം പാറിപ്പോയി. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. കിട്ടുന്ന വെള്ളമോ കൂലം കുത്തിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിൽ വന്ന വെള്ളമാണ്. ഇപ്പുറത്താണെങ്കിലോ ഈമാനിന്റെ പ്രസരിപ്പിന്റെ പ്രഭാപൂരിതമായ സ്വഹാബാ കിറാമിന് മുത്തുനബിക്കും അവിടെ ഒരു ഹൗദ്, തടാകം, ഒരു ജലാശയമുണ്ട്. നല്ല ശുദ്ധമായ വെള്ളം. അവർക്ക് സുഖമായിട്ട് ഒന്നുണ്ടാക്കാനും കുളിക്കാനും കുടിക്കാനും ഹബീബിന്റെ ചാരത്ത് വെള്ളമുണ്ട്. ബദറിൽ ഇപ്പൊ തൽക്കാലം ആ സ്ഥലം ഇങ്ങനെ ഒരു ഹൗദ് നമുക്കിങ്ങനെ ഇഷ്ടിക പോലെ അല്ലെങ്കിൽ ഹോളോബ്രിക്സ് പോലെ കെട്ടിയുണ്ടാക്കിയത് കാണാൻ കഴിയും. അള്ളാഹു ആ പുണ്യഭൂമിയും ആ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യത്വം വഹിക്കുന്ന സ്ഥലങ്ങളൊക്കെ നേരിൽ കാണാൻ, മഖ്ബൂലും മബ്റൂറുമായ ഉംറയും ഹജ്ജും ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അവിടെ സംഗമിച്ചു. അവരുടെ ടെന്റുകളൊക്കെ പാറിപ്പോയി. പരീക്ഷണത്തിന്റെ ഒന്നാം ഘട്ടം, റബ്ബിന്റെ പണിഷ്മെന്റ് 1, ഡോസ് 1. പിന്നെ അവർക്ക് പിടിച്ചിക്കാൻ കഴിയുന്നില്ല. അതിശക്തമായ തണുപ്പ്, കോരിച്ചൊരിയുന്ന തണുപ്പ്, അവർക്ക് വല്ലാത്ത പ്രയാസം. ഇപ്പുറത്തോ ഇവിടെ ആ രണ്ട് വിഭാഗം ആരാണ് ഞാൻ ചുരുക്കി പറയാം. ഇവിടെ നടക്കാൻ പോകുന്ന യുദ്ധം എന്തിനാണ്? സത്യവും അസത്യവും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും, ഇരുട്ടും വെളിച്ചവും. ഇസ്ലാമിന്റെ എതിരാളികളോട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ഇതാണ് ഇവരുടെ ടോപ്പിക്കുകൾ. ഇവിടുത്തെ ഹെഡിങ് ഇതാണ്: സത്യവും അസത്യവും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും, ഇരുട്ടും വെളിച്ചവും. ഇതാണ് ഇവിടെ യുദ്ധം നടക്കുന്നത്. എല്ലാം അസത്യം. അതുകൊണ്ടാണ് അബൂജഹല് ഒരു യുദ്ധത്തിന് പോരുമ്പോൾ ഒരു മര്യാദ, ആചാര മര്യാദ. എന്താണ് മര്യാദ? ഞാൻ ആദ്യം പാട്ടുപാടി. എന്താ പാടിയത്? കഅബത്തിന്റെ കില്ല പിടിച്ചിട്ടൊരു പ്രാർത്ഥന. മരിക്കാൻ നേരത്തെ മോങ്ങ എന്ന് പറഞ്ഞിട്ട് കഅബ, പരിശുദ്ധമായ കഅബ അല്ലാഹുവിന്റെ ഈ ലോകത്തെ ഒന്നാമത്തെ ഭവനമല്ലേ? മലക്കുകൾ അടിത്തറയിട്ട് പ്രവാചകന്മാർ ബാക്കി നിർമ്മാണം നടത്തിയ പരിശുദ്ധമായ മക്കയിലെ കഅബ, കഅബയുടെ കില്ല പിടിച്ചിട്ട് പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ ഹഖോട് ബാത്തിൽ രണ്ടിൻ ഇടയൈ പിരിത്തരുളേടിന് ഇന്ദദിനം തനിലെ നമതിരുഭാഗം നീക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവർ ആരുനക്കറിയാം അവർകളെ ഇടയിൽ തീരിത്ത് ഖലാസിയ താക്കിടിനി പരനേ. എന്തൊരു ദുആലെ! ഈ ദേവാലയത്തിന്റെ നാഥ അഥവാ അല്ലാഹ് പടച്ചോനെ, ഇവിടെ സംഗമിക്കുന്ന ബദൽ സംഗമിക്കുന്ന രണ്ട് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം സത്യത്തിന്റെ വിഭാഗമാണ്, നേരിന്റെ മാർഗത്തിലാണ്. അവരെ നീ വിജയിപ്പിക്കണേ, ഹക്കിന്റെ മാർഗത്തെ നീ വിജയിപ്പിക്കണേ, അസത്യത്തിന്റെ ടീമിനെ നീ അമ്പെ പരാജയപ്പെടുത്തണേ. അബൂജഹലിന്റെ പ്രാർത്ഥന. കഅബത്തിന്റെ കില്ല പിടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ കള്ളും കുടിച്ചിട്ട് ലഹരി ബാധിച്ച് ആർത്തുല്ലസിച്ച് പടച്ചട്ടുകളും പടക്കോപ്പുകളും പടക്കുതിരകളും എത്രത്തോളം എന്നറിയോ, ഇഷ്ടം പോലെ ആയുധങ്ങൾ അവരെ കയ്യിലുണ്ട്. ധാരാളം ആയുധങ്ങളുണ്ട് അവരെ കയ്യിൽ. അവിടെ മഹാനായ കവി പറയുന്നു, 100 ഒട്ടകങ്ങൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരെ കൈവശമുള്ള 100 ഒട്ടകങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്ക് വാളുകൾ, കുന്തങ്ങൾ, പടച്ചട്ടകൾ, പടക്കോപ്പുകൾ, പടക്കുതിരകൾ ധാരാളം അവരുടെ കയ്യിൽ ഉണ്ട്. ഈ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാ കിറാമിനോട് പറയുന്നു, ആരും ടെൻഷൻ ആവേണ്ട, ആരും സങ്കടപ്പെടേണ്ടതില്ല. ശത്രുപക്ഷം 1000-ഓളം വരുന്നവരുണ്ടെങ്കിലും നമ്മൾ കേവലം 313 പേരുള്ളൂ.
അതിൽ തന്നെ കുറെ ആളുകൾക്ക് ബദറിലേക്ക് പങ്കെടുക്കാൻ കഴിയാത്തവരുണ്ട്. ഒട്ടകപ്പുറത്തുനിന്ന് വീണ 2 സ്വഹാബാക്കൾക്ക് പോരാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ സുഖമില്ലാതെ കിടന്നപ്പോ ആ ഭാര്യയെ നോക്കാൻ നിയമിച്ചു. അബൂലബൈബയെ പള്ളിയിൽ പരിപാലനത്തിൽ നിർത്തി. അങ്ങനെ പലരും പല കാരണങ്ങളാൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. പ്രഗത്ഭരായ സ്വഹാബാക്കളിൽ പലരും ബദറിലേക്ക് വന്നിട്ടില്ലെങ്കിലും അവരൊക്കെ ബദരീങ്ങൾ എന്ന ലിസ്റ്റിൽപ്പെട്ടു. അള്ളാഹു ബദരിനെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പത്തിലാക്കി തെരുമാറാവട്ടെ. അങ്ങനെ സത്യവും അസത്യവും തമ്മിൽ, അഥവാ അബൂജഹലിന്റെ ടീമും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇപ്പോൾ എവിടെയുള്ളത്? റമദാൻ 16-ന് തലേന്ന് രാത്രിയിൽ ബദർ എന്ന് പറയുന്ന ആ ചരിത്ര സംഭവം നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഖൈമകളൊക്കെ പാറിപ്പോയി. ഇപ്പുറത്ത് ഒരു നാശനഷ്ടവും സംഭവിച്ചില്ല. കുടിക്കാനും കുളിക്കാനും ഒക്കെ വെള്ളമുണ്ട്. നല്ല കൂളായ ശുദ്ധമായ വെള്ളം. വളരെ സന്തോഷം. പക്ഷേ അപ്പുറത്ത് നിന്ന് പ്രതികാരത്തിന്റെ രോഷാഗ്നി ആളിക്കത്തുകയാ. കാരണം എന്താണെന്നറിയോ? അബൂജഹലിനോട് പറഞ്ഞു, നേതാവിനോട് പറഞ്ഞു, വലീദ് പറയാണ്, പ്രിയപ്പെട്ട നേതാവേ, ഒരു തൊണ്ടയനക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല. തോൽപാത്രത്തിൽ കൊണ്ടുവന്ന വെള്ളമൊക്കെ കഴിഞ്ഞു. ഒട്ടകപ്പുറത്ത് വെള്ളമില്ല. നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അബൂജഹൽ പറഞ്ഞു, എന്തിനാ പേടിക്കണത്? നമ്മളിങ്ങനെ ധൈര്യശാലികളല്ലേ? മുഹമ്മദ് നബിയുടെ തലയെടുക്കാനാ വന്നത് ബദറിലേക്ക്. നിങ്ങൾ പോവണം. അസ്വദിനോട് പറഞ്ഞു, അസ്വദ് നീ പൊയ്ക്കോ, അപ്പുറത്ത് വെള്ളം ഞാൻ കാണുന്നു, മുഹമ്മദ് നബിയുടെ ഭാഗത്ത് വെള്ളം കാണുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പോയി എടുത്തോ. അസ്വദ് ഈ ഇവന്റെ മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് അബൂജഹൽ ഖൈമന്റെ ഉള്ളിലാ ഭീരുവാണ്, പേടിത്തൊണ്ടനാ. അവന്റെ മുമ്പിലുള്ള പാവപ്പെട്ട ആളുകളെ മുന്നിലേക്ക് വിടുകയാണ്. ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആദ്യമായ ഒരു ഘോര സംഘട്ടനമല്ല, ദ്വന്ദ്വയുദ്ധമാണ്. ഈ 2 പേര് 3 പേര് തമ്മിലുള്ള യുദ്ധങ്ങളാ. ആദ്യമായി ഹൗലിനരികിലേക്ക് വെള്ളം കോരാൻ വന്നത് നിങ്ങൾക്കറിയോ? അസ്വദ് അല്ല ചരിത്രത്തിൽ. പിന്നെ ആരാ ആദ്യം വെള്ളം കോരാൻ വന്നത്? പാവപ്പെട്ട അപ്പുറത്തുണ്ട് ഒരു ഹക്കീം ബിൻ ഹിസാം എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ ഇങ്ങനെ വന്നപ്പോ ഹംസത്തുൽ ഖറാറിന്റെ കണ്ണുകൾ ചുവന്നു, മുഖം ചുവന്നു തുടിച്ചു. അദ്ദേഹം ദേഷ്യത്തോടെ വാള് ഊരാൻ തുടങ്ങി. നബിയോട് പറഞ്ഞു, നബിയെ, ആ വരുന്ന ആളെ തല ഞാൻ എടുക്കട്ടെ, ആ വരുന്ന ആളെ തല ഞാൻ എടുക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട. കാരണം എന്താണെന്നറിയോ? ആ വരുന്ന ആള് ഞങ്ങൾ ബനു ശൈബ് മലഞ്ചെരുവിൽ താമസിച്ചപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് തന്ന ആളാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവിയുടെ ആങ്ങളുടെ മകനാണ് ഈ ഹക്കീം. അവനെ കൊല്ലരുത്. അതുകൊണ്ട് മാ ശരിബ മിൻ ഹൗലിൻ നബിയ്യി മുഫല്ലല അഹദും മിനൽ കുഫാരി ഇല്ലാ ഖുതലാ ഇല്ലാ ഹകീമൻ അന്നഹു ലം യുഖ്തലാ لأنه نصر النبي محمد. ഹക്കീമല്ലാതെ ആര് ഹൗലിനരികിലേക്ക് വന്നാലും, ഈ തടാകത്തിന്റെ അരികിലേക്ക് വന്നാലും അവരെ തലയെടുക്കും, അവരെ കൊല്ലും. എത്ര ആൾ നമുക്ക് മനസ്സിൽ തന്നെ ഓടി നമ്മളെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരൂ. 1000-ഓളം വരുന്ന ശത്രുക്കൾ, 300 ചില്ലാനും വരുന്ന സ്വഹാബാക്കിറാം. അതെന്നെ വയറിന്റെ മടക്ക് 10 മടക്കുള്ള വയറ്. ഒരു നേരം നമ്മളെപ്പോലെ റമദാനാണല്ലോ, ഭക്ഷണത്തിനോടുള്ള ആർത്തിയും ആക്രാന്തവും. നമ്മുടെ ഭക്ഷണത്തിന് ലിമിറ്റില്ല, നന്നാക്കി തിന്നാൻ കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു. നോമ്പ് തുറക്കുമ്പോഴും അത്താഴത്തിന് ശേഷം അന്ന് സ്വഹാബാക്കിറാം പള്ളയുടെ മടക്ക്, വയറിന്റെ മടക്ക് നിവർന്നിട്ടില്ല. നന്നായി വെള്ളം കുടിക്കാൻ പോലും പ്രയാസപ്പെട്ട കാലത്താ പരിശുദ്ധ റമദാൻ നോമ്പ് നോറ്റിട്ടാണ് യാത്ര. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കാണ് ഈ ജലാശയത്തിന്റെ അരികിലേക്ക് കടന്നു വരുന്നത് ഹക്കീമാണ്. ഹക്കീമിനോട് പറഞ്ഞു, നിനക്ക് വെള്ളം വേണമെങ്കിൽ എടുക്കാം, വേറെ ഒരാളും ശത്രുപക്ഷത്ത് വെള്ളം എടുക്കാൻ പറ്റൂല. അപ്പൊ അബൂജഹൽ പറഞ്ഞു, അവന്റെ അഹങ്കാരേ, ഹക്കീം ഇജ്ജ് വെള്ളം എടുക്കണ്ട, ഇവിടെ അസ്വദ് ഉണ്ട്, നല്ല ധൈര്യശാലി, ഇജ്ജ് വെള്ളം എടുക്കണ്ട, അസ്വദെ പോയി വെള്ളം എടുത്തോ. അസ്വദ് വെള്ളത്തിന്റെ അരികിലേക്ക് വന്നപ്പോ മഹാനായ ധീരശൂരനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മോനെ അസ്വദേ, നമ്മൾ 2 പേരും ഒരു നാട്ടിൽ ജനിച്ചവരാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ഹൗലിന്റെ അരികിലേക്ക് വന്നാൽ ഹംസയുടെ തനി സ്വഭാവം നിനക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന വാളുകൊണ്ട് ഒരൊറ്റ വെട്ടായിരിക്കും. നീ വെറുതെ വരണ്ട, നിനക്ക് ഫാമിലി ഇല്ല, കുടുംബമില്ല, തിരിച്ചുപോ. ഇല്ല ഹംസ, നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. എനിക്കൊരു പേടിയില്ല, ഞാൻ നിന്നെ കൊല്ലാൻ തന്നെയാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. ധൈര്യസമേതം വെള്ളം കോരാൻ വന്നു. ഈ സംഭവമാണ് നിങ്ങൾക്കൊക്കെ അറിയാം. ബദർ പടപ്പാട്ടല്ലെങ്കിലും മോയിൻകുട്ടി വൈദ്യർ എഴുതിയതെല്ലാം മഹാനാ KC മുഹമ്മദ് മുല്ല എന്നൊരു മാപ്പിളപ്പാട്ടുകാർ എഴുതിയൊരു പാട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. വേണമെങ്കിൽ മൂളിപ്പാടിക്കോളും.
വമ്പുറ്റ ഹംസ റളിയല്ലാഹ് ചാടിട്ടമ്പിയ സേവതിൽ മാറടാം വള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാം അംബർ ഷഫീഉള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരടാം ഖൈറുൽ ബറ നബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാം. ഹംസത്തുൽ ഖറാർ വെല്ലുവിളിക്കുന്നു അസ്വദ്, ധൈര്യം ഉണ്ടെങ്കിൽ വന്നോ, ധൈര്യം ഉണ്ടെങ്കിൽ വന്നോ. ഹക്കീമിനെ ഞങ്ങൾ കൊല്ലൂല, ഞങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് ഉപകാരത്തിന് പ്രത്യുപകാരം അവന് വെറുതെ വിട്ടു. നീ ധൈര്യമുണ്ടെങ്കിൽ ഹൗദിന്റെ അരികിലേക്ക് വാ, നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാം. അവനിങ്ങനെ കടന്നു വന്നു ധീരവാദങ്ങളും വെല്ലുവിളികളുമായി വളരെ ഡയലോഗ് അടിച്ച് ഇങ്ങനെ കടന്നു വന്ന പാടെ ഹംസത്തുൽ ഖറാറിന്റെ കയ്യിലുള്ള വാള്, വെട്ടിത്തിളങ്ങുന്ന വാള്, ആ വാള് കൊണ്ടൊരു വെട്ട് അസ്വദ് നിലം പരിശായി. ഇവിടെ ചരിത്രം പറഞ്ഞാൽ തീരൂല. അവൻ ആദ്യം തന്നെ ശത്രുപക്ഷത്തെ ഏറ്റവും പ്രമുഖനായ, ധീരനായ, ശൂരനായ, പരാക്രമിയായ ഇസ്ലാമിന്റെ ബദ്ധവൈരി കഠിന ശത്രു അബൂജഹലിന്റെ ഭാഗത്ത് ആദ്യമായി അതാ കിടക്കുന്നു, വെട്ടേറ്റ് ചക്ക വെട്ടിയിട്ടതുപോലെ 2 പീസായി കിടക്കുന്നു. അതോടുകൂടി ശത്രുപാളയത്തെ ഹൈമയിൽ ഞെട്ടലും പിറക്കലും ആറ്റം ബോംബും സ്കഡ് മിസൈലും പോർ വിമാനങ്ങളും ഇന്ന് ഇറാനിലും അമേരിക്കയിലും പതിച്ചതുപോലെ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ തീനാളങ്ങൾ പൊതഞ്ഞു. അബൂജഹലിന് വിറക്കാൻ തുടങ്ങി, നേതാവ് പേടിക്കാൻ തുടങ്ങി. കാരണം ഉറ്റ വലങ്കൈ, ഏറ്റവും അടുത്ത ഫ്രണ്ട്, തൊട്ടടുത്ത ശരീക്കാണ് ഇവിടെ വെട്ടേറ്റ് വീണത്. പിന്നെ കടന്നു വരുന്ന ആരങ്ങൾക്കറിയോ? ഉത്തുബത്ത് വലിയൊരു മല്ലനാണ്, ശക്തനാണ്. ഉത്തുബത്തും കടന്നു വന്നു. അപ്പോൾ ഹംസത്തുൽ ഖറാർ പറഞ്ഞു, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്നേ കാണട്ടെ, വന്ന് ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ, തുമ്പിക്ക് മാമാദം പൊട്ടിയുള്ളമട്ടെ, കോറിയ വാക്കിനെ കേട്ട് വെള്ളിപ്പെട്ട് സംസാരിക സാരി പാമാകരി. പാട്ട് പാടാൻ കുറെ പാടി പറയേണ്ടി വരും. ധൈര്യം ഉണ്ടെങ്കിൽ ഉത്തുബത്തെ ഒന്ന് കടന്നു വാ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉബൈദത്ത് തങ്ങൾ പറഞ്ഞു, ഹംസ, ഉത്തുബത്തിനെ നേരിടാൻ ഞാൻ മതി, നിങ്ങൾ മാറി നിന്നോളൂ. ഉബൈദത്ത് തങ്ങൾ പറയാണ്, ഞാൻ ഉത്തുബത്തിനെ നേരിട്ടോളാം. ഉബൈദ് തങ്ങൾ കുറച്ച് പ്രായമുള്ള ആളാട്ടോ, കുറച്ച് പ്രായമുള്ള ആളാ. അദ്ദേഹം ഉത്തുബത്തുമായി പോരാടി. ഉത്തുബത്ത് ചെറുപ്പക്കാരനുമാണ്. നിങ്ങൾക്കറിയുമോ, ഇടയ്ക്ക് അറിയാത്ത രൂപത്തിൽ വെട്ട് മഹാനായ ഉബൈദ് തങ്ങൾക്ക് വെട്ടേറ്റു. തങ്ങൾ അവിടെ കിടന്നു, മരണപ്പെട്ടില്ല. മരണപ്പെട്ടതോ മടക്കയാത്തിൽ സൊഫറ എന്ന സ്ഥലത്ത് വെച്ചാണ് ഉബൈദ് തങ്ങൾ മരിച്ചത്. ആ സമയത്ത് അതാ ഹംസത്തുൽ ഖറാർ ഓടി വന്നു. ഉത്തുബത്തിനെ നേരത്തെ അസുബദിനെ വെട്ടിയതുപോലെ ഒരൊറ്റ വെട്ട് അവനും മരിച്ചു. ഇനി എന്താ ചെയ്യാം? ഇപ്പം ശത്രുക്കളെ ഭാഗത്ത് അബൂജഹലിന്റെ 2 പ്രധാന സേനാ നായകന്മാർ, ചീഫ് കമാൻഡർമാർ, പട്ടാളക്കാർ ഇവിടെ നിലം പരിശായി അവർ മരിച്ചു. ഇനി വരുന്നതാരാം? ഷൈബത്താണ്, വലീദാണ്. വലീദിനെ അലി റളിയല്ലാഹു അൻഹു ഹൗദിന്റെ അരികെ വെച്ച് ശരിയാക്കി കളഞ്ഞു. ഷൈബത്ത് ഹംസയുമായി വീണ്ടും പോരാടി. ഹംസത്തുൽ ഖറാർ ഷൈബത്തിനെയും വെട്ടി. ശത്രുപാളയത്തെ പ്രധാന നേതാക്കളൊക്കെ അവിടെ ചത്തി വീണു. തലേന്ന് യുദ്ധം നടക്കുന്നതിന്റെ തലേന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബ, അബൂജഹൽ ഇവിടെ വെട്ടേറ്റ് കിടക്കും, ഉത്ബത്ത് ഇവിടെ, ഷൈബത്ത് അവിടെ, വലീദ് ഇവിടെ. കണ്ടോ, ആ പ്രവചനം സത്യമായി. ഒരു ചെറിയ പറഞ്ഞ ആ ബോർഡർ തെറ്റിയിട്ടില്ല. യുദ്ധം കഴിഞ്ഞ് അബൂജഹൽ വെട്ടേറ്റ് റസൂൽ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച സ്ഥലത്ത് തന്നെ വെട്ടേറ്റ് കടന്നു. ചരിത്രം അവിടേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് സത്യമായി പ്രഭാതം പോലെ പുലർന്നു. അതാണ് ഈ മഹാനായ KC മുഹമ്മദ് മുല്ല പറഞ്ഞത്, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്നേ കാണട്ടെ, വന്ന് ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ, തുമ്പിക്ക് മാമാദം പൊട്ടിയുള്ള മട്ടെ, കൊറിയ വാക്കിനെ കേട്ട് വെള്ളിപ്പെട്ടെ. ഞങ്ങൾ ഈ പറയുന്നതൊന്നും കേൾക്കാതെ ഒന്നിന്റെ അരികിലേക്ക് വന്നാൽ ഒരു തുള്ളി പോയിട്ട് ഒരല്പം വെള്ളം പോലും കിട്ടൂല എന്ന് പറഞ്ഞു അവരൊക്കെ പോയി. പിന്നീട് സംഭവിച്ചെന്തെന്നറിയോ? ഘോരമായൊരു സംഘട്ടനമാണ്, വലിയ സംഘട്ടനമാണ്. മക്കയും മദീനയും കിടിലം കൊണ്ട് വറച്ചു. വാളും പരിചയും കൂട്ടിമുട്ടുന്ന ശബ്ദം. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബദറിലേക്ക് പുറപ്പെടുന്ന സമയത്ത് 3 കൊടി പിടിക്കാൻ പറഞ്ഞിരുന്നു. അവിടേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല, ചരിത്രം പറയണില്ല.
മുസാബ് ബിൻ ഉമർ റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് ഒരു കൊടിയും അതേപോലെ അലി ബിൻ അബീ ത്വാലിബിന്റെ അടുത്തും ഓരോ കൊടിയും കൊടുത്തു. എന്നിട്ട് വളരെ അച്ചടക്കത്തിന്റെ പര്യായങ്ങളായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെയുള്ള സ്വഹാബാക്കളും ബദറിലേക്ക് പുറപ്പെട്ടു. നല്ല അച്ചടക്കത്തിന്റെ പര്യായങ്ങൾ, മുഖമുദ്രകളായ ആ നക്ഷത്രതുല്യരായ സ്വഹാബാക്കിറാം. വെളുത്ത കൊടി പിടിച്ചത് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു, കറുത്ത രണ്ട് കൊടി പിടിച്ച സഅദ് ബിൻ മുആദും അലി ബിൻ അബീ ത്വാലിബും. ആ കൊടി പതാക കയ്യിൽ നിന്ന് വെക്കാതെ ഒരു യുദ്ധം ചെയ്തു എന്നാണ്. അത്രക്കും ഈമാനിക ആവേശത്തോടെ ബദർക്കളത്തിലേക്ക് ചെന്നു. പ്രിയപ്പെട്ടവരെ, റുതുബത്തും ശൈബത്തും വരീദും ഒക്കെ അവിടെ മരിച്ചു. മാത്രമല്ല, അവസാനം ഇസ്ലാമിന്റെ അന്നത്തെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലും വെട്ടേറ്റു നിലം പരിശായി. അബൂജഹൽ മരിക്കണ രംഗം പറയണമെങ്കിൽ നമുക്ക് രണ്ടീശ്വര് പാടി പറയേണ്ടി വരും. അല്ലാ, വലിയ സംഭവം. 1000-ഓളം വരുന്ന ശത്രുക്കൾ കേവലം പേരിലെണ്ണാവുന്ന 313 സഹാബാക്കളുമായിട്ട് പടപൊരുതിയിട്ട്, അതും പരിശുദ്ധമായ റമദാനിൽ ബദരീങ്ങളാണ്ട്, അഥവാ റമദാൻ 17 നാളെയാണ് ആ ദിവസം. പകലിൽ അവർ യുദ്ധം ചെയ്ത് ഇസ്ലാമിന്റെ വെന്നിക്കൊടി ഹരിത പതാക ബദറിൽ പാറിക്കളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദരീങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ അമലുകളിലും തൊഴിലുകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹമുണ്ട്. അതിന് മറ്റൊരു സമയം വേദി ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപയോഗപ്പെടുത്താം. മഹാനായ മുത്തുനബി സ്വഹാബാക്കളും പരിശുദ്ധമായ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ബദറിലൂടെ ഒരു പ്രാവശ്യം ഒരു തക്ബീർ ജാഥ മുടക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബിൽ ഈമാൻ മാത്രമായിരുന്നു, ഞങ്ങളെ കയ്യിൽ ആയുധങ്ങൾ വളരെ കുറവായിരുന്നു. വളരെ കുറഞ്ഞ ആയുധങ്ങളുമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത്. പക്ഷെ ഞങ്ങൾ ഓരോ സ്വഹാബാക്കളുടെയും മനസ്സിനകത്ത് ഒരുപാട് ഈമാൻ ഉണ്ടായിരുന്നു. ഉണ്ടൊമ്പത് ഒരു കൗലിൽ ആറണ്ടും അതിൽ മികുന്താത്തുൽ ഫൂലുൽ അതിനബി പൂണ്ട് അവരിലെ അടവ് സുയൂഫേട്ടുണ്ട് തിസ്അരിബാഹും 9 പടയങ്കി, 5 കുതിരകൾ, 8 വാള്, 9 കുന്തം. ഇതാണ് സ്വഹാബാക്കിറാമിന്റെ ആയുധങ്ങൾ. അപ്പുറത്ത് ഇഷ്ടംപോലെ ഒട്ടകങ്ങളും അതേപോലെ പടച്ചട്ടകളും പടക്കോപ്പുകളും പടക്കുതിരകളും ഉണ്ട്. ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ വലിയ സന്നാഹങ്ങളോട്, പട്ടാളങ്ങളോട് കേവലം ന്യൂനപക്ഷങ്ങളായ പട്ടിണി കോലങ്ങളായ എന്നാൽ നക്ഷത്ര തുല്യരായ സ്വഹാബാക്കിറാം ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ബദറിന്റെ രണഭൂമികയിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് പടപൊരുതി വീരേതിഹാസം രചിച്ച് വീര്യമൃത്യു വരിച്ചും രക്തവും മജ്ജയും മാംസവും എല്ലാം പരിശുദ്ധമായ ദീനിന് ബലിയർപ്പിച്ച് അവർ ശുഹദാക്കൾ എന്ന ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം ഈ ഭവനത്തിലിരിക്കുന്ന നമ്മളൊക്കെ ആ സുഹാബുൽ ബദരീങ്ങളെ നമ്മൾ സ്മരിക്കുക മാത്രം പോരാ. അവർ ദീനിന് നൽകിയ ഒരു തുള്ളി രക്തം പോലും ഇന്ന് നമുക്ക് പരിശുദ്ധമായ ദീനിന് നൽകേണ്ടി വരുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യം ഒരു സെക്യുലർ രാജ്യമാണ്, ഒരു മതേതരത്വ രാജ്യമാണ്. നമുക്കിവിടെ സുന്ദരമായി വളരെ ഫ്രീഡത്തോടെ ജീവിക്കാൻ കഴിയുന്നു. ശത്രുക്കൾ നമ്മുടെ നേരെ വരുന്നില്ല. ഈ ഒരു അനുഗ്രഹീതമായ ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ സുഹാബുൽ ബദരീങ്ങളെ ധാരാളം ഓർക്കണം. പടച്ചവനെ, അവർ ആ കൈമെയ് മറന്നുകൊണ്ട് തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും പേരമക്കളെയും എല്ലാം ഇട്ടേച്ചുകൊണ്ട് ഹിജ്റ പോയി ശത്രുക്കളോട് പടപൊരുതി ബദറിൽ രക്തചഞ്ചായമണിഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ ദീനിന് വേണ്ടി ചെയ്ത ത്യാഗം, അതിന്റെ ചെറിയ ഒരു പരീക്ഷണം പോലും, ചെറിയൊരു ഭാഗം പോലും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ. ഇത് നമ്മൾ സന്തോഷിക്കണം, അസ്ഹാബുൽ ബദരീങ്ങളെ ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചരിത്ര സംഭവം പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. ഏതാനും ഭാഗങ്ങളിലൂടെ മാത്രം പരാമർശിച്ചിട്ടുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. കുടിലരം ഖുറൈശികൾ പടകൂടി ബദറിൽ കൊതിച്ചെത്തി സ്വഹാബത്തും പടവെട്ടി ഉശിരിൽ. കുടിലരം ഖുറൈശികൾ പടകൂടി ബദറിൽ കൊതിച്ചെത്തി സ്വഹാബത്തും പടവെട്ടി ഉശിരിൽ. ആടി തെറ്റിടുന്നു അബൂജഹലടക്കം, അടിമുടി വിറക്കുന്നു കുഫിരിയതൊടുക്കം. ഇസ്ലാമിൻ ചരിത്രത്തിൽ പ്രഥമ സമരവൻ ഇതിഹാസം കുറിച്ചുള്ള പരിശുദ്ധ
നിലമേ 313 പോരാളികൾ ആ ബദരീങ്ങൾ ദീനിന്റെ പോരാളികൾ കുടിലരം ഖുറൈശികൾ പടകൂടി ബദറിൽ കുതിച്ചെത്തി സ്വഹാബത്തും പടവെട്ടി ഉശിരിൽ ആടി തെറ്റിയിടുന്നു അബൂജഹലടക്കം അടിമുടി വിറക്കുന്നു കുഫിരിയതൊടുക്കം ഇസ്ലാമിൻ ചരിത്രത്തിൻ പ്രഥമ സമരമേ ഇതിഹാസം കുറിച്ചുള്ള പരിശുദ്ധ നിലമേ 313 പോരാളികൾ ആ ബദരീങ്ങൾ ദീനിന്റെ പോരാളികൾ ആ ബദരീങ്ങൾ ദീനിന്റെ പോരാളികൾ. ഈ സംഭവം ഇവിടെ പറഞ്ഞു പാടി പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ആലി ഇംറാനിൽ 13-ാമത്തെ ആയത്ത്. ഇവിടെ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ അല്ല, ഒരു യുദ്ധത്തിലോ അല്ലെങ്കിൽ വിഷയത്തിലോ വിജയിക്കാനുള്ള മാനദണ്ഡം അള്ളാഹു ഖുർആനിൽ പറയുന്നു. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിൽ അബ്സാർ. അള്ളാഹു ചിലരെ അവന്റെ പിൻബലം കൊടുത്ത് ശക്തിപ്പെടുത്തും. അതാണ് ഇവിടെ സംഭവിച്ചത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില വിഭാഗങ്ങൾ അള്ളാഹു താല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരെ വിജയിപ്പിക്കും. അവരെ തളർത്തൂല, പരാജയപ്പെടുത്തൂല. ശത്രുക്കളെ പരാജയപ്പെടുത്തി സത്യം വിജയിച്ചു, നീതി വിജയിച്ചു, ധർമ്മം വിജയിച്ചു. ബദറിൽ അന്നെങ്ങാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും വഫാത്തായി ഷഹീദായി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭൂമി ലോകത്ത് അള്ളാഹു എന്ന് വിളിക്കുന്ന ഒരൊറ്റ മനുഷ്യന്മാരുണ്ടാവില്ല. അതുകൊണ്ട് ആ യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥന നടത്തി. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിൽ ഇസാബത ലൻ തുഅബദ ഫിൽ അർളി അബദാ. പടച്ചവനെ, ഈ യുദ്ധത്തിലെങ്ങാനും ഞങ്ങളെ നീ മുഴുവനും വധിക്കുകയാണെങ്കിൽ, ഇല്ലായ്മ ചെയ്യുകയാണെങ്കിൽ, പിന്നെ ഭൂമിയിൽ അല്ലാഹ്, ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തില്ലേ, അല്ലാഹു അക്ബർ എന്ന് പറയാൻ ഒരൊറ്റ ഇൻസാൻ ഈ ലോകത്തുണ്ടാവൂല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും എന്ത് ചെയ്യരുത്, ഉന്മൂലനം ചില്ലാതെയാക്കരുത്. ബദറിൽ എത്ര പേരാ ഷഹീദായത്? ശത്രുപക്ഷത്ത് 70 പേര് തടവിലാക്കപ്പെട്ടു. ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായി. അബൂജഹൽ, ഉത്ബത്തും വലീദൊക്കെ അവിടെ കൊല്ലപ്പെട്ടു. എന്നാൽ 14 നക്ഷത്രങ്ങളാണ് 313-ൽ 14 സ്വഹാബാക്കിറാമാണ് ബദൽ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചത്, സ്വഹദാക്കളായത്. എല്ലാവരും സ്വഹദാക്കൾ ലിസ്റ്റിലാണ്. അല്ലാഹു തആല മഹാന്മാരെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനിന് വേണ്ടി പടപൊരുതി വീരേതിഹാസം രചിച്ച് രക്തം ചിന്തിയ ആ ബദറിന്റെ രണാങ്കണത്തിൽ ഇന്നും ചരിത്ര സംഭവമായി അവശേഷിക്കുന്നത് ഞങ്ങൾ ഓർത്തെടുക്കുന്നു. ഞങ്ങൾക്കൊരു അധ്വാനമില്ല, ഞങ്ങൾക്കൊരു പണിയുമില്ല. ആ പരിശുദ്ധമായ ദീനിന്റെ ദീപശിഖ, ആ പ്രകാശിക്കുന്ന ഇസ്ലാമിന്റെ തത്വസംഹിത ഞങ്ങളെ കൈകളിലേക്ക് വളരെ സുന്ദരമായി തിരിച്ചു നൽകിയത് ഞങ്ങളെ മുൻഗാമികളായ സ്വഹാബാക്കളാണ്, മുത്തുനബിയാണ്. അല്ലാഹുവേ, അവരോടുകൂടെ നിന്റെ ഹബീബിന്റെ ജിവാറിലായി നിന്റെ ലിഖായിനെ കണ്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. നീ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മഹാന്മാർ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, വിശിഷ്യായി ബദരീങ്ങളെ ചരിത്രം ഒരല്പം മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ബറക്കത്ത് കൊണ്ട്, ഫള് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ മഹാത്മ്യം കൊണ്ട്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടതും എല്ലാം നീ കുറ്റമറ്റ രീതിയിൽ കബൂലാക്കണേ അല്ലാഹുവേ. ആഖിബത്ത് നന്നായി മരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ദീർഘകാലം വാട്ടർ ബെഡിൽ കിടന്ന് മൂത്രമൊഴിച്ചും കാഷ്ടിച്ചും ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ സുരക്ഷിതമായി ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തേക്ക് ശത്രുക്കളുടെ കടന്നാക്രമണത്തെ നീ തടുക്കണേ അല്ലാഹ്. നല്ലൊരു ഭരണകൂടത്തെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ പരിശുദ്ധമായ പള്ളിയിൽ സംഗമിച്ച പലരും പല രോഗികളാണ്. ഞങ്ങളുടെ ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, വീട്ടിൽ വിശ്രമിക്കുന്നവർ, ഒബ്സർവേഷൻ റൂമുകളിലുള്ളവർ, അത്യാഹിത വിഭാഗത്തിലുള്ളവർ, വിവിധ ഹോസ്പിറ്റലുകളിൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ വളരെയേറെ മേജറായ ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ വിധിക്കപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അന്ത ശാഫിയ അല്ലാഹ്, നീ ശിഫ നൽകണം അല്ലാഹ്. അസ്ഹാബുൽ ബദരീങ്ങൾ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങൾക്കും നീ കാബില
ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, ഞങ്ങൾ അറിയാത്ത വിധം ഏതെങ്കിലും ലോകത്തിന്റെ അണുക്കൾ ഞങ്ങൾ ആ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിലേക്ക് കടന്നാക്രമിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അറിയാത്ത വിധം ആ രോഗാണുക്കളെ നീ നശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അതബുള്ള ഇൽമുള്ള തഖ്വയുള്ള അനുസരണയുള്ള മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളാക്കി വളർത്തിയ മാതാപിതാക്കൾ പലരും ഇന്ന് 6 അടി മണ്ണിലാണ്. അവർ 6 അടി മണ്ണിലാണ്. അവിടെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബർ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ അനുഗ്രഹങ്ങളെ കൊണ്ട് ഖബർ നിറക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എന്തെങ്കിലും ജീവിതകാലത്ത് നിനക്ക് ഇഷ്ടപ്പെടാത്ത, നിന്റെ ഹബീബിന് പൊരുത്തപ്പെടാത്ത വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ ഗഫൂർ റഹീമാണല്ലോ അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു പോയ അപരാധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ എല്ലാം ഈ പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ പത്തിൽ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. പാപത്തിന്റെ ചുമടുമാന്തി നിന്റെ അടുത്തേക്ക് വരേണ്ട അവസ്ഥ നീ നൽകല്ലേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾ ചെയ്യുന്ന ജോലികളിലൊക്കെയും ഖൈറും ബറക്കത്തും നീ ദായിമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ മക്കൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ ശിഷ്യന്മാരിൽ, ഞങ്ങളുടെ പേരമക്കളിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സ്ഥാപനത്തെ നീ പുരോഗതിയിലേക്ക് ഉയർത്തണേ അല്ലാഹ്. ഇവിടെ പഠിക്കുന്ന, ഇൽമ പഠിക്കുന്ന മക്കളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, ഈ സ്ഥാപനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് ഭക്ഷണം, വസ്ത്രം, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, എല്ലാ സഹായം ചെയ്യുന്ന ഈ പ്രദേശത്തെ നാട്ടുകാർ, അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നസീബാക്കണേ അല്ലാഹ്. അല്ലാഹ്, നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളെ ഖൽബൊന്ന് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റമളാൻ വിട പറയുമ്പോഴേക്കും ഞങ്ങളെ ഖൽബൊന്ന് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. കിബ്റില്ലാത്ത, റിയാ ഇല്ലാത്ത, ഉജ്ബില്ലാത്ത, ഹസദില്ലാത്ത നല്ല നിഷ്കളങ്കമായ ഖൽബിന്റെ ഉടമകളാക്കണേ അല്ലാഹ്. ഞങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും അനുഷ്ഠിക്കുന്ന നോമ്പും നൽകുന്ന സദഖകളും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സ്വാലിയായ അമാലുകളും നീ കുറ്റമറ്റ രീതിയിൽ നീ കബൂലാക്കണേ അല്ലാഹ്. മരിക്കൽ ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ കാലിൽ ധരിച്ച ചെരുപ്പിന്റെ വാറ് ഞങ്ങളുടെ സ്കിന്നിനോട് എത്ര കണ്ട് ഒട്ടി നിൽക്കുന്നുവോ അത്രയും അടുത്താണ് മരണം ഞങ്ങൾക്കറിയാം അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് എല്ലാ ഹക്കടപാടുകളും വീട്ടാനുള്ള എല്ലാ വഴിയും തുറന്നു തരണേ അല്ലാഹ്. നല്ല സമയത്ത്, നല്ല മജ്‌ലിസിൽ വെച്ച്, നല്ല ദിവസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പൂർണ്ണ ഓർമ്മശക്തിയോടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി കണ്ണടയാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. واخر دعوانا الحمدلله رب العالمين. പ്രിയപ്പെട്ടവർ, ഇതിൽ കഥാപ്രസംഗമായിട്ടില്ല, അതിനുള്ള സമയവും അല്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് അവസരത്തിൽ പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.